ഈ സെഷനിൽ ഗ്രൈൻഡിംഗ് വീലിൻ്റെ അഥവാ പെഡസ്റ്റലിൻ്റെ ബാലൻസിംഗ്, മൗണ്ടിംഗ്, ഡ്രസ്സിംഗ് എന്നിവയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഈ സെഷൻ്റെ അവസാനത്തോടെ നിങ്ങൾക്ക് ഗ്രൈൻഡിംഗ് വീലിനെ പറ്റി അറിയാനും ഗ്രൈൻഡിംഗ് വീലിൻ്റെ ബാലൻസിംഗ് ഡിറ്റർമിൻ ചെയ്യാനും ടൂൾ റെസ്റ്റിനും ഗ്രൈൻഡിംഗ് വീലിനും ഇടയിലുള്ള ക്ലിയറൻസ് അഡ്ജസ്റ്റ് ചെയ്യാനും വീൽ ഡ്രസ്സറിലേക്കും ടൈപ്പുകളുടെയും ഉപയോഗം പഠിക്കാനും കഴിയും. ഗ്രൗണ്ട് വർക്ക് ചെയ്യേണ്ടതിന് കൃത്യമായ വേഗതയിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ശരിയായ അബ്രേസീവ് ടൈപ്പ് വീലുകൾ ഉണ്ടെങ്കിൽ മാത്രമേ തൃപ്തികരമായ റിസൾട്ട് ലഭിക്കൂ. അബ്രേസീവ് വീൽ നിർമ്മിച്ചിരിക്കുന്നത് മാനുഫാക്ചർ ചെയ്ത അബ്രേസീവ് ഗ്രെയിനുകൾ ഉപയോഗിച്ചാണ്. ബോണ്ട് എന്ന് വിളിക്കുന്ന അനുയോജ്യമായ ഒരു ബൈൻഡിംഗ് മെറ്റീരിയൽ ഉപയോഗിച്ച് ഇത് ഒരുമിച്ച് പിടിക്കുന്നു. അലുമിനിയം ഓക്സൈഡ്, സിലിക്കൺ കാർബൈഡ് എന്നിവയാണ് ഗ്രൈൻഡിംഗ് വീലുകളുടെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന രണ്ട് അബ്രേസീവുകൾ. അലുമിനിയം ഓക്സൈഡ് ഗ്രൈൻഡിംഗ് വീലുകൾ, ഹൈ ടെൻസൈൽ, ടഫ് മെറ്റീരിയലുകൾ, എല്ലാത്തരം സ്റ്റീലുകളും തുടങ്ങിയവ ഗ്രൈൻഡ് ചെയ്യാൻ അനുയോജ്യമാണ്. കല്ല് അല്ലെങ്കിൽ സെറാമിക്സ്, നോൺ ഫെറസ് മെറ്റൽ, മറ്റ് നോൺ ഫെറസ് മെറ്റീരിയൽ എന്നിവ ഗ്രൈൻഡ് ചെയ്യാൻ സിലിക്കൺ കാർബൈഡ് ഗ്രൈൻഡിംഗ് വീലുകൾ ഉപയോഗിക്കുന്നു. അബ്രേസീവിന്റെ ടൈപ്പ് അനുസരിച്ച് മാനുഫാക്ചറർ കൃത്യമായി ഏത് അബ്രേസീവ് വീൽ ആണെന്ന് കൃത്യമായി മാർക്ക് ചെയ്തിരിക്കും. വിട്രിഫൈഡ് ബോണ്ടുകൾ സ്ട്രോങ്ങും റിജിഡുമായ ഗ്രൈൻഡിംഗ് വീലുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഇതിനെ വെള്ളം, ആസിഡ് അല്ലെങ്കിൽ സാധാരണ താപനില മാറ്റങ്ങൾ എന്നിവയൊന്നും അഫക്റ്റ് ചെയ്യുന്നില്ല. ഭൂരിഭാഗം അബ്രേസീവ് വീലുകളും വിട്രിഫൈഡ് ബോണ്ടുകൾ ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. ഒരു സിലിക്കേറ്റ് ബോണ്ട് വിട്രിഫൈഡ് ബോണ്ടഡ് വീലിനേക്കാൾ നേരിയ കട്ടിംഗ് ആക്ഷൻ വീൽ ആണ് നിർമ്മിക്കുന്നത്. ലാർജ് ഡയമീറ്റർ വീലുകൾക്ക് ഒരു സിലിക്കേറ്റ് ബോണ്ട് ഉണ്ട്. ഓർഗാനിക് ബോണ്ടുകൾ റെസിനോയിഡ്, ബേക്കലൈറ്റ്, റബ്ബർ, ഷെല്ലക്ക് എന്നിവ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഓർഗാനിക് ബോണ്ടഡ് വീലുകൾക്ക് സേഫായ ഉയർന്ന ഓപ്പറേറ്റിംഗ് സ്പീഡ് ഉണ്ട്. റഫ് യൂസിനായി ഉപയോഗിക്കുന്നവർക്ക് ഇത് വളരെ അനുയോജ്യമാണ്. പോർട്ടബിൾ ഗ്രൈൻഡറുകളിലും റഫ് ഫൗണ്ടറി വർക്കിനും വേണ്ടി ഇവ ഉപയോഗിക്കുന്നു. തിൻ കട്ട് ഓഫ് വീലുകൾ ഓർഗാനിക് ബോണ്ട് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. അബ്രേസീവ് വീലിന്റെ ഹാർഡ്നെസ് അല്ലെങ്കിൽ സോഫ്റ്റ്നെസ് നിർണ്ണയിക്കുന്നത് ബോണ്ടിന്റെ അളവ് അല്ലെങ്കിൽ ഗ്രേഡ് ആണ്. ഒരു ഗ്രൈൻഡിംഗ് വീലിന്റെ കട്ടിംഗ് ആക്ഷൻ വീലിലെ ബോണ്ടിന്റെ ഗ്രേഡിനെ ആശ്രയിച്ചിരിക്കുന്നു. ഇൻഡിവിജ്വൽ അബ്രേസീവ് ഗ്രെയിനുകളാണ് ചെറിയ കട്ടിംഗ് ടൂളുകൾ എന്നതാണ് പ്രിൻസിപ്പിൾ. ഷാർപ്പായിരിക്കുമ്പോൾ ഗ്രൈൻഡ് ചെയ്യുന്ന പാർട്ടിക്കിളുകളെയും ഒന്നിച്ചു നിർത്തുകയും മൂർച്ചയില്ലാത്ത അവസ്ഥയിലേക്ക് മാറുമ്പോൾ അവയെ പുറത്തു വിടുകയും വേണം. ഈ പ്രക്രിയ തുടരുന്നതിന് പുതിയ ഷാർപ്പ് ഗ്രെയിൻസ് ഈ സ്ഥാനത്തേക്ക് വരേണ്ടതുണ്ട്. ഈ കണ്ടിന്യൂസ് പ്രോസസ്സിനെ കട്ടിംഗ് ആക്ഷൻ ഓഫ് ദി വീൽ എന്ന് വിളിക്കുന്നു. ഹാർഡ് മെറ്റീരിയലുകൾ ഗ്രൈൻഡ് ചെയ്യാൻ സോഫ്റ്റ് ലൈറ്റ് ബോണ്ട് വീലുകളും മൃദുവായ വസ്തുക്കൾ പൊടിക്കാൻ ഹാർഡ് ബോണ്ട് വീലുകളും ഉപയോഗിക്കുക. നിങ്ങളുടെ ധാരണ പരിശോധിക്കുന്നതിന് ഇപ്പോൾ നമുക്ക് കുറച്ച് ടാസ്കുകൾ ചെയ്യാം. ഇത് ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഒരു പെഡസ്റ്റൽ ഗ്രൈൻഡിംഗ് മെഷീൻ, ക്ലാമ്പുകൾ, മാൻഡ്രൽ, പ്രൊട്ടക്ഷൻ ഗാർഡ്, ഡയമണ്ട് ഡ്രസ്സർ, ഹോൾഡർ, സ്പാനർ സെറ്റ് എന്നിവ ആവശ്യമാണ്. ഒരു ഗ്രൈൻഡിംഗ് വീൽ ബാലൻസ് ചെയ്യുക എന്നതാണ് ആദ്യത്തെ ടാസ്ക്. ജോബ് സീക്വൻസ് പറയാം. ലൈറ്റ് ടാപ്പിംഗിലൂടെ ഗ്രൈൻഡിംഗ് വീലിൽ ക്രാക്സ് ഉണ്ടോ എന്ന് പരിശോധിക്കുക. ഗ്രൈൻഡിംഗ് വീലിന്റെ വെയിറ്റ്, ബാലൻസ് അൺക്ലാംപ് ചെയ്യുക. ബാലൻസിംഗ് യൂണിറ്റ് തയ്യാറാക്കുക. യൂണിറ്റിന്റെ ബോറും ബാലൻസിംഗ് മാൻഡ്രലുകളും ക്ലീൻ ചെയ്യുക. വീൽ അസംബ്ലി മാൻഡ്രലിൽ മൗണ്ട് ചെയ്യുക. പ്രൊട്ടക്ഷൻ ഗാർഡ് ഫിക്സ് ചെയ്യുക. പ്രൊട്ടക്ഷൻ ഗാർഡുകളുടെ മുകളിൽ വീൽ ബാലൻസ് ആകും പോലെ വയ്ക്കുക. ബാലൻസിംഗ് സ്റ്റാൻഡിലേക്ക് പതുക്കെ താഴ്ത്തുക. മൊമെന്റം കാരണം ഗ്രൈൻഡിംഗ് വീൽ സ്വയം റൊട്ടേറ്റ് ചെയ്യും. ഹെവി പോയിന്റിൽ റസ്റ്റ് ചെയ്യുകയും ചെയ്യും. വീലിൽ ലോവസ്റ്റ് പോയിന്റ് മാർക്ക് ചെയ്യുക. ഡയമെട്രിക്കൽ ഒപ്പോസിഷൻ പോയിന്റ് ടേൺ ചെയ്ത ലൈറ്റർ പോയിന്റിലേക്ക് മൂവ് ചെയ്യുന്നതിന് ബാലൻസിംഗ് വെയിറ്റ് ആഡ് ചെയ്യുക. അസംബ്ലി ഏത് പൊസിഷനിലും സ്റ്റാറ്റിക് ആയി നിലനിർത്തുന്നത് വരെ ഇത് തുടരുക. ഗ്രൈൻഡിംഗ് വീൽ അസംബിൾ ചെയ്യുക എന്നതാണ് അടുത്ത ടാസ്ക്. ജോബ് സീക്വൻസ് ചുവടെ പറയുന്നു. മെഷീൻ ക്ലീൻ ചെയ്യുകയും ലൂസ് മെറ്റലും അബ്രസീവ് പാർട്ടിക്കിൾസും റിമൂവ് ചെയ്യുക.
വർക്ക് റെസ്റ്റ് ക്ലാമ്പ് അഴിച്ച് റെസ്റ്റ് റിമൂവ് ചെയ്യുക. വീൽ ഗാർഡിന്റെ ഔട്ടർ പ്ലേറ്റ് നീക്കം ചെയ്യുക. ലൂസ് ചെയ്യുന്നതിന് മുൻപ് നട്ട് ഡയറക്ഷൻ പരിശോധിക്കുക. നട്ടും ഔട്ടർ ഫ്ലേഞ്ച് റിമൂവ് ചെയ്യുക. ഫ്ലേഞ്ചിൽ പേപ്പറോ വാഷറോ മറ്റെന്തെങ്കിലുമോ പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുക. ഫ്ലേഞ്ച്, സ്പിൻഡിൽ, ത്രെഡ്, ഇൻസൈഡ് ദ ഗാർഡ് എന്നിവ വൃത്തിയാക്കുക. ഡ്രൈവിംഗ് ഫ്ലേഞ്ചിനെതിരെ വീൽ ശ്രദ്ധാപൂർവം പുഷ് ചെയ്യുക. ഔട്ടർ ഫ്ലേഞ്ച് പൊസിഷനിൽ വെക്കുക. ക്ലാമ്പിംഗ് നട്ട് കൊണ്ട് സ്ക്രൂ ചെയ്യുക. വീൽ സ്ഥാനത്ത് പിടിക്കാൻ ഇത് പര്യാപ്തമാണ്. സ്പിൻഡിലും വീലും ഒരു തവണ പൂർണ്ണമായി തിരിക്കുക. വീൽ പ്രവർത്തിക്കുന്നത് ശരിയാണെന്നും അത് ഗാർഡിന്റെ ഇന്നർ ഭാഗത്ത് വ്യക്തമാണെന്നും ഉറപ്പാക്കുക. നട്ട് ആവശ്യത്തിന് മുറുക്കുക. അങ്ങനെ ഫ്ലേഞ്ചുകൾ വഴുതി പോകാതെ വീൽ ഡ്രൈവ് ചെയ്യുകയും സുരക്ഷിതമായി ഹെൽഡ് ചെയ്യുകയും ചെയ്യും. വീൽ ഗാർഡിന്റെ ഔട്ടർ പ്ലേറ്റ് ശരിയാക്കുക. വീൽ ഫേസിനോട് കഴിയുന്നത്ര അടുത്ത് വർക്ക് റെസ്റ്റ് റീസെറ്റ് ചെയ്യുക. വർക്ക് റീസെറ്റ് ക്ലാമ്പ് ദൃഢമായി മുറിക്കുക. വീൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ കൈകൊണ്ട് വീൽ തിരിക്കുക. ഗ്രൈൻഡിംഗ് വീൽ ഡ്രസ്സിംഗ് ആണ് ഫൈനൽ ടാസ്ക്. ജോബ് സീക്വൻസ് ഇപ്രകാരമാണ്. ഡയമണ്ട് ഡ്രസ്സറും ഹോൾഡറും സെലക്ട് ചെയ്യുക. ഹോൾഡറിൽ ഡയമണ്ട് ഡ്രസ്സർ ഇൻസെർട്ട് ചെയ്യുക. വർക്ക് റെസ്റ്റിൽ ഹോൾഡർ മൗണ്ട് ചെയ്യുക. ഡ്രസ്സറിനെ സാവധാനം ക്രമീകരിക്കുക. വീലിന്റെ മുഖവുമായി കണക്ട് ചെയ്യുക. ഡ്രസ്സിങ്ങിനും ട്രൂയിങ്ങിനുമായി ഡ്രസ്സറിനെ വീൽ ഫേസിന് കുറുകെ നീക്കുക. ഫേസിന് കുറച്ച് ഡ്രീസർ മൂവ് ചെയ്യുന്ന റേറ്റിന് അടിസ്ഥാനമായിരിക്കും ട്രൂയിങ്ങിന്റെ ഫിനിഷിംഗ്. ബാലൻസിംഗ്, മൗണ്ടിംഗ് ആൻഡ് ഡ്രസ്സിംഗ് ഓഫ് ഗ്രൈൻഡിംഗ് വീൽ അഥവാ പെഡസ്റ്റൽ എന്ന വിഷയത്തിൽ ഈ സെഷന്റെ അവസാനത്തിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ. ഇപ്പോൾ നിങ്ങൾക്ക് ഗ്രൈൻഡിംഗ് വീലിനെ കുറിച്ച് അറിയാനും ഗ്രൈൻഡിംഗ് വീലിന്റെ ബാലൻസ് ഡിറ്റർമിൻ ചെയ്യാനും ടൂൾ റെസ്റ്റിനും ഗ്രൈൻഡിംഗ് വീലിനും ഇടയിലുള്ള ക്ലിയറൻസ് അഡ്ജസ്റ്റ് ചെയ്യാനും വീൽ ഡ്രസ്സറിന്റെയും ടെപ്സ്റ്ററിന്റെയും പ്രയോഗം മനസ്സിലാക്കാനും സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു.